അനിൽ ആൻ്റണിയെ പി.സി. ജോർജ് അങ്ങ് എടുത്തു കൊടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത, ആരുമായും ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു അനിൽ ആൻ്റണി എന്നാണ് പി.സി. ജോർജ് വെടിപൊട്ടിച്ചത്. തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ജനകീയനാണ്. ആൻ്റണി ഇവിടെ സിറ്റിംഗ് എം പിയാണ്, 1 അല്ല 3 തവണ. എന്നാൽ ആരുമായും ബന്ധമില്ലാത്ത ഒരാളാണ് അനിൽ ആൻ്റണി. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. തിരുവനന്തപുരത്തെ ലാറ്റിൻ ക്രിസ്ത്യൻ ഒഴിച്ച് ബാക്കി എല്ലാവരും BJPക്ക് വോട്ട് ചെയ്തു. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ BJPക്ക് അനുകൂല തരംഗമുണ്ടായി. എന്നാൽ ആ തരംഗം പൂർണ്ണമായി മുതലാക്കാൻ പത്തനംതിട്ടയ്ക്ക് കഴിഞ്ഞില്ല. ഇതാണ് പി.സി. ജോർജിൻ്റെ കമൻറ്റ്. കാരണം സ്ഥാനാർത്ഥിക്ക് വന്ന ഒരു അപാകതയാണ്. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു പോയി. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അവകാശപ്പെടാനുണ്ടോ എന്ന ചോദ്യത്തിനും പി.സി. ജോർജിൻ്റെ ചുട്ട മറുപടി, കെ. സുരേന്ദ്രൻ നല്ല നേതൃപാടവമുള്ള നേതാവാണ്, വളരെ ശക്തരായ ഒട്ടേറെ നേതാക്കൾ BJPയിലുണ്ട്, അവരെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 30 സീറ്റെങ്കിലും BJPക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്. അതേസമയം ക്രിസ്ത്യാനികൾ പൂഞ്ഞാറിൽ ഇല്ലേ? പൂഞ്ഞാറ്റിലെ ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്തില്ലേ? അതെന്താ ചെയ്യാഞ്ഞ്? അവിടെ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 10,000-ലേറെ വോട്ടുകളാണ് ഇത്തവണ നഷ്ടമായത്. ഇത്തവണ പൂഞ്ഞാറിൽ നിന്ന് BJPയിലേക്ക് ലഭിച്ചത് 27,053 വോട്ട് മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജിന് 41,851 വോട്ടുകൾ ലഭിച്ചിരുന്നു. എന്നാൽ മറ്റ് മണ്ഡലങ്ങളിൽ NDAക്ക് വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തു. 2019 അന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ. സുരേന്ദ്രന് കിട്ടിയത് 2,97,396 വോട്ടാണ്. ഇത്തവണ 60,000-ലേറെ വോട്ടുകൾ കുറഞ്ഞു. അതായത് 2,34,406 വോട്ട് മാത്രമേ അനിൽ ആൻ്റണിക്ക് കിട്ടിയുള്ളൂ. അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴേ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ പോലും അനിൽ ആൻ്റണി പിടിക്കില്ല എന്ന്. എല്ലാവരും വിലയിരുത്തിയതാ. ഇനി ആശാൻ്റെ BJPയിലെ ഭാവി എന്താണെന്നറിയാൻ പാഴൂർ പടിക്കലൊന്ന് പോയി നോക്കണം. BJPക്കാർ മൈൻഡ് ചെയ്യില്ല, അതാണ് അവരുടെ സ്റ്റൈൽ. ജനപിന്തുണ ഇത്രയൊക്കെ ഉള്ളുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. A.K. ആൻ്റണിയുടെ മകന് എന്ത് പറയണം, എന്ത് പറയണ്ട എന്ന് പോലും തിരിച്ചറിവും ബോധവുമില്ലാത്ത ആളാണെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കി.